വിദേശത്ത് USA പിന്നെ ദുബായി പോകുന്നുണ്ട്. അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ അവന്റെ സപ്പോർട്ട് ഉണ്ടല്ലോ. അവന് സപ്പോർട്ട് 100% ഉണ്ട്. അതുകൊണ്ടല്ലേ നിൽക്കാൻ പറ്റുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഈ പ്രായത്തിൽ നമുക്ക് എൻ്റെ കുഞ്ഞിന് സപ്പോർട്ട് ഇല്ലെങ്കിൽ നിൽക്കാനും പറ്റില്ല. അങ്ങനെയാണ് ഞാൻ പറഞ്ഞാൽ എനിക്ക് തീരെ വയ്യ മക്കളെ. കാരണം ഈ കണ്ടത്തിലോട്ട് വരാൻ ഒക്കൊന്നും പോലും പറ്റത്തില്ലായിരുന്നു. ആ അവസ്ഥയായിരുന്നു. പിന്നെ അവന്റെ പേരെന്താ? ജിഫിൻ. എത്രല്ല പഠിക്കുന്നത്? ഞാനിപ്പം 10 എക്സാം എഴുതിയിട്ട് നിൽക്കുക. പിന്നെ എങ്ങനെ കൃഷിയൊക്കെ? അത് ഇപ്പം നമുക്ക് എക്സാം എഴുതിട്ടിരിക്കുന്ന സമയമില്ല. അപ്പോൾ ഫ്രീ ടൈം അല്ലേ. അപ്പം ഞാൻ അമ്മയുടെയും പപ്പയുടെയും കൂടെ 5 മണിയാകുമ്പോൾ ഇവിടെ വരും. 5 മണിയാകുമ്പോൾ വന്ന് കൃഷിയെല്ലാം നേരത്തെ നമ്മൾ ചെയ്ത് വിളവായിട്ട് നിൽക്കുന്ന സമയമില്ല. അപ്പം നമ്മളത് പറിച്ച് 5:30 6:30 ആകുമ്പോഴത്തേന് കയറ്റി രാവിലെ സാധനം വിൽക്കാൻ വെച്ചിട്ട് രാവിലെ ഒരു 12:30 ആകുമ്പോൾ മൊത്തം തീർന്ന് പിന്നെയും അടുത്ത കണ്ടിക്കാൻ പോകും. കണ്ടിച്ച് പയറ്, ചീര, പാവയ്ക്ക ഇതെല്ലാം കൊണ്ടുവന്ന് അങ്ങനെ ഓരോ സാധനം. പിന്നെയും വൈകിട്ട് 8:30 വരെ കച്ചവടം ഉണ്ട്. 8 മണി വരെ. 8:30 ആകുമ്പോഴത്തേക്കും മൊത്തം ഫിനിഷ് ആകും മൊത്തം. ഈ ചീരയാണ് അപ്പം എല്ലാ ആൾക്കാരും ദുബായിലേക്കും പിന്നെ ദൂരെ ഓരോ സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്നത്. അത് തിരുവനന്തപുരം, പിന്നെ നമ്മുടെ കൊല്ലത്തുള്ളവരും, പത്തനാപുരം, കൊട്ടാരക്കര, കൂടുതലും നമ്മുടെ തിരുവനന്തപുരം, കൊല്ലം ആ ഏരിയയിലുള്ള ആൾക്കാരാണ്. വിദേശത്ത് USA പിന്നെ ദുബായി പോകുന്നുണ്ട്. അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ 4 വെറൈറ്റി ഉണ്ട്. നമ്മുടെ കണ്ടത്തിലുണ്ട്, കരയിലുണ്ട്. കളറ് ലൈറ്റ് ചുവപ്പുണ്ട്, പിന്നെ പിങ്ക് ഉണ്ട്, പച്ച. ഒരു വാഴയില എടുത്തിട്ട് നമ്മൾ ഇതിനെ മണ്ടേക്കുളം ഫുള്ള് മടക്കി സെറ്റ് ചെയ്തിട്ട് പേപ്പറിൽ പൊതിഞ്ഞ് പിന്നെ കവർ ഇട്ട് കൊടുക്കും. അത് പിന്നെ വാടത്തുമില്ല, ഒന്നുമില്ല. വെള്ളം ഒഴിച്ചാൽ കൊടുത്താൽ മതി. വാടാതെ അങ്ങനെ ഇരുന്നോളൂ. ദുബായിൽ പോകുന്നവർക്ക് എന്നായിരിക്കും ഇത് കൊടുക്കുക? അത് അവർ ആ സ്പോട്ടിൽ നമ്മളെ വിളിച്ചു പറയുമ്പോൾ അപ്പം തന്നെ നമ്മൾ കെട്ടിയാൽ കൊടുത്തു തരും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് വാടത്തില്ല. അങ്ങനെ തന്നെ ഇരുന്നോളൂ. ഇപ്പം ആൾക്കാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഈ സാധനങ്ങളെല്ലാം കാണിക്കാം. അങ്ങനെ കണ്ടത്തിലോട്ട് വന്നാൽ മതി. നമുക്ക് കാണണമെങ്കിൽ കണ്ടത്തിലേക്ക് പോകാം. ഇതാണ് ഞങ്ങളുടെ പാവയ്ക്കത്തോട്ടം. പിന്നെ ഇവിടെ പാവയ്ക്കയുണ്ട്, ഇവിടെ പയറ് ഇവിടെ ഉണ്ട്. പിന്നെ അടുത്ത ഈ തള ഇട്ടേക്കുന്നതെന്ന് പറയുമ്പോൾ കുക്കുംബറിന് വേണ്ടിയാണ്. ഇത് മാറുമ്പം അടുത്ത ഈ കുക്കുംബർ ഇപ്പം നടും. അപ്പോഴത്തേന് ഇത് കയറും. അപ്പോൾ ഈ പാവയ്ക്ക എല്ലാം അങ്ങ് മാറും. പിന്നെ ചീരയുണ്ട്, പിന്നെ ഓമയ്ക്ക, റെഡ് ലേഡി ഓമയ്ക്കയുണ്ട്, പിന്നെ ചീനി, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. പിന്നെ മീൻ കൃഷിയുണ്ട് ഇവിടെ. അത് പപ്പയാണ്. നല്ലപോലെ സഹായിക്കുന്നുണ്ടായി. അവൻ്റെ വില എപ്പോൾ ഉണ്ടായതിൻ്റെ വില ഞാൻ ഇത്രയും പിടിച്ച് നിൽക്കുന്നത്. കാരണം എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്നുണ്ട്. നട്ടൽ ഓപ്പൺ ചെയ്ത് ഈ കാല് തളർന്നു പോയായിരുന്നു. അങ്ങനെ നട്ടൽ ഓപ്പൺ ചെയ്തിട്ട് മാർത്താണ്ഡ പിള്ളയായിരുന്നു നമ്മളെ നട്ടൽ ഓപ്പൺ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സമയത്ത് ഞാൻ ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് ഞാൻ നാട്ടിൽ തിരിച്ച് വന്ന് ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് നടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഡെവലപ്പായി. ആ സമയത്ത് പിന്നെ ഗൾഫിൽ പോയി. നമ്മുടെ വിസ തീരുന്നതിന് ഗൾഫിൽ പോയി. 1 വർഷത്തോളം എനിക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇരിക്കാൻ ഒക്കത്തില്ല എന്നെ കൊണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ച് നാട്ടിൽ വന്ന്. പിന്നെ ഇത്രയും കഠിന പണി ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്ത്? അല്ല, നാട്ടിൽ വന്നിട്ട് പിന്നെ ഞാൻ ഈ വിശ്രമം കുറച്ചാൾ എടുത്തായിരുന്നു. അപ്പോൾ കുറച്ച് ഡെവലപ്പായപ്പം ഞാൻ പിന്നെ പുറത്ത് ഈ കോൺക്രീറ്റ് കട്ടി അങ്ങനെയുള്ള പണിക്കൊക്കെ പോയി ഞാൻ ചെയ്ത് എന്തായാലും അങ്ങനെ ആ ഒരു ഇതായിപ്പോയി. അങ്ങനെ കഴിഞ്ഞിട്ട് ശേഷമാണ് പിന്നാണ് പൂർണ്ണമായിട്ട് കൃഷിയിലോട്ട് മാറി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ എനിക്ക് തീരെ വയ്യ മക്കളെ. കാരണം ഈ കണ്ടത്തിലോട്ട് വരാൻ ഒക്കൊന്നും പോലും പറ്റത്തില്ലായിരുന്നു. ആ അവസ്ഥയായിരുന്നു. പിന്നെ അവസാനം എന്നെ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞ രാജഗോപാൽ എന്ന് പറഞ്ഞ ഒരു ഉണ്ട് തിരുവനന്തപുരത്തെ. അവരാണ് എന്നെ സംരക്ഷിച്ചത്. അവർ പിന്നെ നട്ടലിനകത്ത് ഇഞ്ചക്ഷൻ എടുത്ത് നട്ടലിനകത്ത് വീണ്ടും ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് ഈ നൂന്ന് നിൽക്കുന്നത്. കാരണം കുരുങ്ങി പോയായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പപ്പയുടെ കുറെ കഷ്ടപ്പെട്ടപ്പോൾ നമുക്ക് ആവശ്യമായി കാണുമ്പോൾ നമുക്ക് പപ്പയുടെ കൂടെ പോയി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ്. ആദ്യത്തെ കൃഷി ചീരയായിരുന്നു. എങ്ങനെയായാലും ശരി ഒരു ദിവസം തന്നെ ഒരു ചീര കൃഷി ചെയ്താൽ ഇതിന് പുറം നിൽക്കണം. വലിയ കഷ്ടപ്പാടാണ് ചീര കൃഷി എന്ന് വെച്ചാൽ. കഷ്ടപ്പാടെന്ന് വെച്ചാൽ ഈ അമേരിക്കയിലേക്കും ദുബായിലേക്കൊക്കെ നമ്മുടെ ചീര പോകുന്നുണ്ടല്ലേ? എല്ലായിടത്തും കൊണ്ടുപോയിട്ട് ഇവിടുന്ന് എല്ലാ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ഇവിടുന്ന് എന്ന് വെച്ചാൽ ഇവിടുന്ന് കൊടുത്തുവിട്ട് അതേ സെയിം 3 ദിവസം അവിടെ ഇരിക്കും. അത് 3-4 ദിവസം അതേ ഇരിക്കും. കാരണം അത് വെച്ചേക്കാന്നിട്ട് പിന്നെ ഇരിക്കും. കാരണം അത് വേസ്റ്റ് അല്ലല്ലോ. കാരണം ഇതിനകത്ത് ആദ്യം രാസവളങ്ങൾ ഒന്നും കൂടുതൽ ഉപയോഗിക്കുന്നില്ല. ജൈവവളത്തിലാണ് ഏറ്റവും. പിണ്ണാക്ക് പൊടിയാണ് ടാങ്കിനകത്ത് ഇട്ട് വെച്ചേക്കും. അതൊന്ന് കുതിർന്നതനുസരിച്ച് കുറേശ്ശെ കോരി ഒഴിച്ചുകൊണ്ടിരിക്കും. ഓരോ മൂട്ടിൽ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും. ചാണകം കൂടെ ഇട്ടേക്കുക. കലക്കി ഇട്ടേക്ക് വരും. ഇന്നലെയാണ് തീർന്നത്. ഇന്നലെ കലക്കി ഇട്ടേക്ക് വരുന്നു ടാങ്കിനകത്ത്. ഇന്നലെ ആ കോരി ഒഴിച്ച് കംപ്ലീറ്റ് തടത്തിൽ കോരി ഒഴിച്ചിട്ട് തീർത്ത്. കാരണം കാവലം തീരാതായി. ഇനിയിപ്പോൾ നമുക്ക് പിന്നാക്കൂടി ഒഴിക്കേണ്ട കാര്യമില്ല. അല്ലാതെ മറ്റു വളങ്ങളൊന്നും ചേർക്കത്തില്ല. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
പിണ്ണാക്കുപൊടി എത്ര കൊടുക്കുന്നു അത്രമാത്രം നമുക്ക് ഇതിനകത്ത് ഫലം കിട്ടിക്കൊണ്ടിരിക്കും. ഇത് 80 രൂപയാണ് ഇപ്പോൾ കിലോയ്ക്ക്. പക്ഷെ അത് വിചാരിച്ച് നമ്മൾ കൊടുക്കാതിരിക്കാൻ പാടില്ല. ഞാൻ കഷ്ടപ്പെടുന്ന മൊത്തം എൻ്റെ മോനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മോനെ മീൻസ് എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടാണ്. അവര് ഇതുപോലെ, പക്ഷെ ഇത് അവരിത് പഠിച്ചിട്ട് ഈ കഷ്ടപ്പാട് അവർ മനസ്സിലാക്കുകയും ചെയ്യണം, ആ പഠിച്ചവർ വരികയും ചെയ്യണം. ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരപ്രദമായ രീതിയിൽ അവന്റെ സപ്പോർട്ട് ഉണ്ടല്ലോ. അവന് സപ്പോർട്ട് 100% ഉണ്ട്. അതുകൊണ്ടല്ലേ നിൽക്കാൻ പറ്റുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഈ പ്രായത്തിൽ നമുക്ക് എൻ്റെ കുഞ്ഞിന് സപ്പോർട്ട് ഇല്ലെങ്കിൽ നിൽക്കാനും പറ്റത്തില്ല. ചേന, കാച്ചില്, ചേമ്പ്, ഇതിനകത്ത് പച്ചക്കറി എല്ലാം ഉണ്ട്. പച്ചക്കറി നമുക്ക് എന്താ വെച്ചാൽ ഈ നമ്മുടെ നാട്ടിൽ നമ്മളെ കൊണ്ട് വെക്കുന്ന എല്ലാ കൃഷിയും നമുക്കുണ്ട്. ഓമയ്ക്ക, റെല്ലടി, അവിടെ ഇങ്ങനെ ഫുള്ള് നട്ടേക്കുള്ളത്. പയറ്, പാവല്, പിന്നെ ചീര, വഴുതന. പിന്നെ അവന്റെ ആഗ്രഹം നമ്മളെന്ന് വെച്ചാൽ അതുപോലെ നമ്മൾ വിടുക. അവനെ നമ്മൾ ഒരിക്കലും നമ്മൾ ഇന്നത് തന്നെ പോകണം എന്നുള്ള ഞാൻ പറയത്തില്ല. അവന്റെ ആഗ്രഹം അഗ്രികൾച്ചർ താല്പര്യം ഉണ്ടെങ്കിൽ അവന് പോകണം. കാരണം അവൻ ഞാൻ ചെയ്യുന്നല്ലേ കാണുന്നത്, ഈ മണ്ണിനോടാണ് മല്ലുപിടുത്തം പിടിക്കുന്നത്. മണ്ണ് നമുക്ക് നല്ലതാണ്. ഈ മണ്ണാണ് നമ്മുടെ ഏറ്റവും പ്രധാനം. മണ്ണില്ലേ ഒന്നുമില്ലല്ലോ. നമുക്ക് പിടിച്ചിരിക്കാൻ ഒരു സഹായം എന്ന് വെച്ചാൽ മണ്ണാണ്.